തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിൽ നെട്ടയത്ത് +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തേറ്റ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. +1 വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നതാണ് വിവരം. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന, നമ്മുടെ സ്കൂളുകളിൽ പോലും ഈ ക്രിമിനൽ വൽക്കരണം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ എത്ര പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾക്ക് അടിപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ്. +1 വിദ്യാർത്ഥി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സ്കൂൾ ബസ്സിൽ വെച്ച് കുത്തിയിരിക്കുന്നു. ഈ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 16-18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. നമുക്ക് മറ്റു പേര് വിവരങ്ങൾ അവരെ കുറിച്ച് പങ്കുവയ്ക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പല ആവർത്തി പറയുമ്പോഴും നമ്മുടെ മുന്നിൽ ഇത്തരം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ജിബിൻ, ഇതെപ്പോൾ സംഭവിച്ചു? എങ്ങനെ ആ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? എന്താണ് പറയുന്നത്? ദിവിഷ്, അല്പസമയം മുമ്പാണ്, ഏകദേശം അരമണിക്കൂർ മുൻപ് മാത്രമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വട്ടിയൂർക്കാവ് നെട്ടയത്തുള്ള ഒരു സ്വകാര്യ സ്കൂൾ ബസ്സിനുള്ളിൽ വെച്ചാണ് ഈ ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഇതേ സ്കൂളിലെ തന്നെ +1 വിദ്യാർത്ഥിയാണ് 9ാം ക്ലാസ്സുകാരനെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. ഇരുവരും തമ്മിൽ നേരത്തെ വാക്കേറ്റവും അത്തരത്തിലുള്ള സംഘർഷാവസ്ഥയൊക്കെ തന്നെ സ്കൂളിലുണ്ടായിരുന്നു. ഇതിനുശേഷം സ്കൂൾ ബസ്സിൽ കയറിയ സമയത്താണ് ഈ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്ന്, +1 വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ നില അധികമായി ഗുരുതരമല്ല എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കുത്തിയ കുട്ടി, അതായത് +1 വിദ്യാർത്ഥി ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കുട്ടിയുള്ളത്. എന്തായിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സമീപകാലത്താണ് പൂവച്ചൽ സ്കൂളിലും സമാന രീതിയിൽ അതിക്രമം ഉണ്ടാകുന്നത്. സ്കൂളിലുണ്ടായ വഴക്കിനെ തുടർന്ന് +1 വിദ്യാർത്ഥി +2 വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ അന്നുണ്ടായിരുന്നു. സമാന രീതിയിലാണ് ഇന്ന് സ്കൂളിൽ നിന്ന് ഡെത്ത് സമയത്താണോ അതോ കുറച്ചു ദൂരം പിന്നിട്ട ശേഷമാണോ മറ്റു വിദ്യാർത്ഥികളൊക്കെ നോക്കി നിൽക്കെ ഈ ഒരു ക്രൂരത ഉണ്ടായത്? ദിവിഷ്, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ സ്കൂൾ 3:30 സ്കൂൾ വിടുന്നു. സ്കൂൾ വിട്ടതിന് ശേഷം വിദ്യാർത്ഥികളുമായി ബസ് സ്കൂളിൽ നിന്ന് പുറപ്പെടുന്നു. ഈ പുറപ്പെട്ട സമയത്താണ് മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച്, ഈ ബസ്സിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ +1 വിദ്യാർത്ഥിയായിട്ടുള്ള കുട്ടി കയ്യിൽ കരുതിയിരുന്ന കത്തി പോലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഈ 9ാം ക്ലാസ്സുകാരനെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. പരിക്ക് വലുതല്ല എങ്കിൽ മാരകമല്ല എങ്കിൽ പോലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾ, അതും രണ്ടുപേരും മൈനറാണ്. ഒരാൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി, പരിക്കേറ്റ ആൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും കുത്തി പരിക്കേൽപ്പിച്ച ഇയാൾ +1 വിദ്യാർത്ഥിയുമാണ്. ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ക്രൂര ചിന്തകളൊക്കെ തന്നെ മനസ്സിൽ ഈ ഒരു പ്രായത്തിൽ വരുന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഈ നാട്ടിൽ തന്നെയാണ് സമീപകാലത്ത്, അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പൂവച്ചലിലെ സംഭവം ഉണ്ടായിട്ട് ഒരു മാസം പോലും പിന്നിട്ടിട്ടില്ല. കഴിഞ്ഞ ഓണസമയത്ത് സ്കൂളിലുണ്ടായ ഒരു വഴക്കിനെ തുടർന്നാണ് ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ച് മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം ഈ +1 വിദ്യാർത്ഥി കുത്തി പരിക്കേൽപ്പിച്ചത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ വിദ്യാർത്ഥികൾ തമ്മിൽ മുൻപും വാക്കേറ്റവും ഉണ്ടായിരുന്നു. +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥി തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുള്ള പക വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സ്കൂളിൽ വെച്ച ഈ വൈകുന്നേരത്തോടു കൂടി സ്കൂൾ ബസ്സിൻ്റെ അകത്ത് വെച്ച് ഈ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജിബിൻ, ഇത് ഈ ഒരു ഒറ്റ വിദ്യാർത്ഥി മാത്രമാണോ അതോ ഈ +1 വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ മറ്റു കൂട്ടുകാരോ ആരെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നോ? നമുക്ക് പ്രാഥമികമായിട്ടുള്ള വിവരം ലഭിക്കുന്നതനുസരിച്ച് ഈ ഒരു വിദ്യാർത്ഥിയാണ്, ഈ +1 വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാളാണ് ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇയാളാണ് ഈ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂർ മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. സംഭവം ഉണ്ടായ സമയത്ത് തന്നെ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ ഒരു ക്രൂരകൃത്യത്തിൽ ഉൾപ്പെട്ട +1 വിദ്യാർത്ഥിയായിട്ടുള്ള കുട്ടിയെ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കുട്ടി ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലുമാണ് ഉള്ളത്. ഈ കുട്ടിയുടെ ആരോഗ്യനില അങ്ങനെ പേടിക്കേണ്ട അവസ്ഥയില്ല എന്ന് ഉറപ്പല്ലേ അല്ലേ ജിബിൻ? ദിവിഷ്, ആ ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പ് ലഭിക്കുന്നുണ്ട്. കാരണം സംഭവം നടന്ന ഉടൻ തന്നെ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. കുട്ടിയെ പ്രാഥമിക ചികിത്സയൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. പക്ഷേ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു പരിക്ക് ഗുരുതരമല്ല എങ്കിൽ പോലും ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ സഹപാഠിയുടെ ഒരേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ, സീനിയർ വിദ്യാർത്ഥിയുടെ തന്നെ ഈ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഒരു കത്തിക്കുത്ത് ഏൽക്കുക എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവ് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ഇത് കണ്ട കുട്ടികളുണ്ട്. കാരണം സ്കൂൾ ബസ്സിൻ്റെ അകത്ത് വെച്ചാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റതെങ്കിൽ പോലും ഇതിൽ 1ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ടാകാം. ഈ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ നെട്ടയത്തുള്ള ഒരു സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സ്കൂൾ ബസ്സാണ്. അവിടെ 1ാം ക്ലാസ് തൊട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും തന്നെ ഈ ഒരു സ്കൂൾ ബസ്സിൻ്റെ അകത്തുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ മറ്റ് കണ്ട കുട്ടികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാനസികാഘാതം, അതുപോലെ തന്നെ ഈ 9ാം ക്ലാസ്സുകാരൻ്റെ ഒക്കെ തന്നെ വലിയ രീതിയിൽ ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്നവരായിരിക്കാം ഈ കുട്ടികളൊക്കെ തന്നെ. കാരണം
അവരുടെയൊക്കെ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ടി വിയിലൊക്കെ തന്നെ കേട്ട് പരിചയമുള്ള കാര്യം തങ്ങളുടെ കൺമുന്നിൽ നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെ കൊണ്ട് ഈ കുട്ടികളൊക്കെ തന്നെ ആകെ പരിഭ്രാന്തിയിലായിട്ടുണ്ട്. എന്തായാലും മൈനറായ കുട്ടികളാണ്, അതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്നതുകൊണ്ടാണ് നമുക്ക് ആ സ്കൂളിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത്.